ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് ഒരു ദിവസം കൂടെ അടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ ലോകയാത്ര നമ്മളുടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും യഥാർത്ഥമായ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന് വളരെ വലിയ പ്രത്യാശയുണ്ട്. കാരണം നമ്മുടെ കർത്താവ് വരും, നമ്മളെ ചേർക്കും, അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ചേർക്കും, അല്ലെങ്കിൽ മരണം വഴിയായി നമ്മൾ കർത്താവിലേക്ക് എടുക്കപ്പെടും. ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുക. അതിൻ്റെ വിഷയം കർത്താവ് വന്നാൽ ആർ എടുക്കപ്പെടും. കർത്താവ് വന്നാൽ ആർ എടുക്കപ്പെടും. അതെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും? സാധിക്കുമോ ആരെടുക്കപ്പെടുമെന്ന്? എന്നാൽ തിരുവചനത്തിൽ ലഭിച്ച പ്രകാശനത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് കർത്താവിൻ്റെ വരവിന് രണ്ട് ആമുഖങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് രഹസ്യവരവും, രണ്ട് പരസ്യവരവും. കർത്താവ് സ്വർഗത്തിലേക്ക് പോയപ്പോഴും ഒന്ന് രഹസ്യത്തിൽ പോയി, രണ്ട് പരസ്യമായി പോയി. അതും പലർക്കും അതിനെക്കുറിച്ചൊരു ശരിയായിരിക്കുന്ന ബോധ്യമില്ല. അതൊക്കെ നമ്മൾ തിരുവചനത്തിലൂടെ പഠിക്കുന്നത് നല്ലതാണ്. കാരണം കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം താൻ മറിയത്തിന് വെളിപ്പെടുമ്പോൾ മറിയയോട് പറയുന്നുണ്ട്, എന്നെ തുടരരുത്, കാരണം ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുത്ത് കയറി പോയിട്ടില്ല. അപ്പോൾ മഹാപുരോഹിതൻ രക്തവുമായി പോകുമ്പോൾ തന്നെ ആരും തന്നെ തൊടാൻ പാടില്ല. അപ്പോൾ യഥാർത്ഥ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവ് തൻ്റെ ആ പരിശുദ്ധ രക്തവുമായി സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ എത്തി അവിടെ അർപ്പിച്ച് മടങ്ങി വന്ന ശേഷം എല്ലാവർക്കും തൊടുവാനും സ്പർശിക്കാനും അനുവാദം കൊടുത്തു. അതിനുശേഷം പിന്നെ ഒലിവുമലയിൽ നിന്നും പരസ്യമായി അവിടെയെല്ലാം കൺമുമ്പിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത കാര്യം നമുക്കറിയാം. ഇതുപോലെ തന്നെ കർത്താവിൻ്റെ മടങ്ങിയ വരവിലും പലരും രഹസ്യ വരവിനെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല. എന്നാൽ തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരു രഹസ്യ വരവുണ്ട്. അന്ന് താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല, മധ്യാകാശം വരെ വരികയുള്ളൂ എന്നുള്ള കാര്യം അനേക വിശുദ്ധന്മാർക്കും അറിയാം. ചിലരത് അങ്ങനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ ശരിയായ നിലയിൽ തിരുവചനം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യം വളരെ വ്യക്തമായും ബോധ്യമാകും. അതുകൊണ്ട് കർത്താവിൻ്റെ മടങ്ങിയ വരവിൽ ഈ രഹസ്യ വരവ് തൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവാണ്. അപ്പോൾ ആ സഭയ്ക്കുള്ള വരവിൽ ആരാണ് എടുക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്കറിയാം അനേക കാര്യങ്ങൾക്ക് നിഴലുണ്ട്. നിഴലും പൊരുളും. പഴയ നിയമത്തിലെ അനേക കാര്യങ്ങൾ ഒരു നിഴൽ എന്ന വണ്ണം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ ആ രഹസ്യ വരവിൽ എടുക്കപ്പെടുന്ന സഭയ്ക്ക് ഒരു നല്ല ചിത്രമാണ് ഹാനോക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവുമല്ലോ, അവർക്ക് ലഭിക്കുന്ന ആ പ്രകാശത്തിനനുസരണമായിട്ട്. എന്നാൽ പിന്നെ അങ്ങനെ അംഗീകരിക്കാത്തവരുമുണ്ട്. നമുക്ക് അവരോട് തർക്കമൊന്നുമില്ല. എന്നാൽ ഹാനോക്ക് കർത്താവിൻ്റെ രഹസ്യ വരവിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർക്ക് ഒരു നിഴലാണ് എന്നാണ് തിരുവചന പഠനത്തിൽ ഞാൻ വ്യക്തമായും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഞാൻ ആ ചിന്ത നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, അതിന് ആധാരമായിട്ട് ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ്. ഞാൻ വായിക്കാം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു.
വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. അവൻ എടുക്കപ്പെട്ടു. എന്നാൽ എടുക്കപ്പെടുന്നതിന് മുൻപ് ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പോൾ നമ്മൾ തിരുവചനത്തിലൂടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എടുക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആദാം മുതൽ 7-ാം തലമുറക്കാരനായ ആനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. നോക്കുക, വളരെ വിലപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, 35-ാം അധ്യായം ഒരു ശവപ്പറമ്പായിട്ടാണ് വേദപണ്ഡിതാക്കൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. കാരണം ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഇങ്ങനെ തുടർമാനമായിട്ട് വരുമ്പോൾ 7-ാമത്തെ തലമുറക്കാരനായ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്നല്ല, എടുക്കപ്പെട്ടു എന്ന്. ഇതും നമുക്ക് എത്രമാത്രം പ്രത്യാശ നൽകുന്നൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് പ്രിയമുള്ളവരെ, വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആനോക്ക് ജീവിച്ച കാലയളവിൽ ആനോക്കിനെ കുറിച്ച് ജനം പറഞ്ഞു കാണും, ഇവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരുവനാണെന്ന്. കാരണം എന്താ? അവൻ കുറച്ച് നാൾ മാത്രമേ ജീവിച്ചുള്ളൂ. കാരണം അന്നുണ്ടായിരുന്നവരുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 900-ന് മേലെ ഉള്ള ആയുസാണ്. അപ്പം പിന്നെ ഓരോരുത്തരെയും ആയുസിന് നമ്മൾ പഠിക്കുമ്പോൾ മിക്കവാറും ഹാനോക്കിൻ്റെ തലമുറയിലുള്ളവരെല്ലാവരും ആ സമയത്തുള്ളവരെല്ലാം ഏകദേശം 900-ന് മേലെ ആയുസുള്ളവരാണ്. എന്നാൽ ഹാനോക്കിൻ്റെ ആയുസ് ആകെപ്പാടെ 365 വർഷമായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ഹാനോക്ക് കുറച്ച് നാളെ ജീവിച്ചുള്ളൂ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനൊരു ശവപ്പെട്ടി പോലും കിട്ടിയില്ല. കാരണം എവിടെ പോയി എന്നാ പറ്റിയൊന്നും ആർക്കും അറിയത്തില്ല. ചിന്തിക്കുക. അപ്പോൾ ആൾക്കാരുടെ മധ്യത്തിൽ എന്തെല്ലാം അതിനെക്കുറിച്ചുള്ള ചിന്തകളും വിവരണങ്ങളും വന്നു കാണും. ആർക്കും അറിയത്തില്ല എങ്ങോട്ട് പോയി എന്ത് സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമ്മൾ എത്രമാത്രം ഇതിൽ സന്തോഷിക്കുവാൻ നമുക്ക് വകുപ്പുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതെല്ലാം സത്യമാണ്. മാത്രമല്ല, ഈ ഹാനോക്കിനെ കുറിച്ച് ബൈബിളിൽ 7 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അതിനകത്ത് ഏറ്റവും വലിയ ഇത്. 7 വാക്യങ്ങൾ മാത്രമേ ഹാനോക്കിനെ കുറിച്ച് പറയുന്നുള്ളൂ. എങ്കിൽ തന്നെയും നമുക്കറിയാം ഹാനോക്കിനെ കുറിച്ച് നമ്മൾ എത്ര പ്രസംഗം കേട്ട് കാണും. ലോകത്ത് മിക്കവാറും പലയിടങ്ങളിലും അനേക സന്ദേശങ്ങൾ ഹാനോക്കിനെ കുറിച്ചാണ്. അതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇല്ലെന്നുള്ളതല്ല, അതാണ് ഏറ്റവും വലിയ പ്രസംഗം. എന്നാൽ ഹാനോക്കിനെ കുറിച്ചും ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കാണും. അത് കാരണം ആ ഹാനോക്ക് സഭ എടുക്കപ്പെടുന്ന സഭയ്ക്കൊരു നിഴലായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തന്നെയാണ് കാരണം. അപ്പോൾ ഹാനോക്ക് ഇത്രമാത്രം പ്രസംഗിക്കപ്പെടാൻ മറ്റൊരു കാരണം ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ്. ഹാനോക്കിൽ ദൈവം പ്രസാദിച്ചു, അതുകൊണ്ട് അവനെ എടുത്തുകൊണ്ടെന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ ലിസ്റ്റാണ്. ഇത് നമുക്കറിയാം. നമ്മളത് വളരെ വിശ്വാസികൾ ശരിക്കും ആ അധ്യായം വായിച്ച് ധ്യാനിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പഴയ നിയമ വിശുദ്ധന്മാരിൽ വിശ്വാസ വീരന്മാർ, ദൈവത്തെ പ്രസാദിപ്പിച്ചവർ, ദൈവനാമം മഹത്വപ്പെടുത്തിയവർ, അവരെക്കുറിച്ചുള്ള ഒരു പഠനം വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ അധ്യായത്തിലെ ആദ്യത്തെ വിശ്വാസവീരൻ ഒന്നാമത്തെ രക്തസാക്ഷിയായ ആബേല. ആബേലാണ് മാനവ ചരിത്രത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷി. മനസ്സിലാക്കുക. അപ്പോൾ അവൻ മരിച്ച ശേഷവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ എബ്രായർ 11:4 വായിക്കുന്നത്. അവൻ മരിച്ച ശേഷവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം മരിച്ച ഒരു വ്യക്തി സംസാരിക്കുമോ? ഒരു ചോദ്യമല്ലേ.
നിശ്ചയമായിട്ടും ഇവിടെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അത് നമ്മുടെ പ്രസംഗങ്ങളിലൂടെയാണ്, നമ്മുടെ എഴുത്തുകളിലൂടെയാണ്. നോക്കുക, ഇന്നും ഹാബേലിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ പലപ്പോഴും ഞായറാഴ്ച കർത്തൃമേശയോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും എടുത്ത് പറയാറുള്ള ഭാഗങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇന്നും ഈ മരിച്ച ശേഷവും ഈ ഹാബേല് അവിടുത്തെ രക്തം നമ്മളോട് സംസാരിക്കുക, ചിന്തിക്കുക. അപ്പോൾ രണ്ടാമത്തെ വിശ്വാസവീരനായിട്ടാണ് നമ്മൾ ഹാനോക്കിനെ കാണുന്നത്. ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. എടുക്കപ്പെടുന്നതിന് മുൻപ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മാറ്റിവെച്ച ഒരു ജീവിതമായിരുന്നു ഹാനോക്കിൻ്റേത്. അപ്പോൾ നമുക്ക് ഹാനോക്കിൻ്റെ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന ആദ്യ ഭാഗം ഉൽപ്പത്തിയിലാണല്ലോ. ഉൽപ്പത്തി 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഹാനോക്കിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ ഭാഗം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഖിനെ ജനിപ്പിച്ചു. മെതുശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നോക്കുക, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പം അതിനു മുൻപുള്ള ആ അധ്യായത്തിലെ കാര്യങ്ങളെല്ലാം നമ്മൾ മരിച്ചു ജീവിച്ചു മരിച്ചു. അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഇനി വാക്കുകളെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ, സേത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 6-ാം വാക്യം അവിടെ ഏനോശിനെ ജനിപ്പിച്ചു. അതിനുശേഷം അവൻ ഇത്ര വർഷം ജീവിച്ചിരുന്നു. അവസാനം അവൻ മരിച്ചു. നോക്കുക, അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും ജനിപ്പിച്ചു പിന്നെ മരിച്ചു. ഈ ഒരു പ്രയോഗം നമുക്ക് തുടർമാനമായിട്ട് ആ അധ്യായത്തിൽ കാണാൻ കഴിയും. എന്നാൽ 7-ാമനായ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഹാനോക്ക് മരിച്ചില്ല. ഹാനോക്ക് മക്കളെ ജനിപ്പിച്ചു, അവൻ ജീവിച്ചു, എന്നാൽ മരിച്ചില്ല, എടുക്കപ്പെട്ടു. എത്രയാ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എത്ര വലിയ കാര്യമാണ്, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഹാനോക്കിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളൊരു വലിയൊരു കാര്യം, ഇവിടെ ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ സമർപ്പണം എന്നാണ്. സമർപ്പണം. ആർക്ക് വേണ്ടി സമർപ്പിച്ചു? തന്നോട് സംസാരിച്ച ദൈവത്തിനായി തന്നെ സമർപ്പിച്ചു. തന്നോട് സംസാരിച്ച ദൈവത്തിനായി തന്നെ സമർപ്പിച്ചു. നമുക്കറിയാം, നമ്മൾ ഹാബേലിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ അതേ ഉൽപ്പത്തി അതിൻ്റെ 4-ാം അധ്യായം നമുക്ക് ആ ഭാഗം കൂടെ ഒരല്പം ഹാബേലിനെ കുറിച്ചും കൂടെ നോക്കുന്നത് ഈ ഖണ്ഡത്തിൽ ആവശ്യമാണ്. 4-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്നും അവയുടെ മേൽസും തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായിനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായിന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് കായിനും ഹാബേലും ദൈവത്തിന് യാഗം അർപ്പിച്ചതിനെ കുറിച്ച്.
അപ്പോൾ ഈ യാഗത്തിൽ ദൈവം കായീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. എന്നാൽ ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് കാരണം? അവിടെ ആ പ്രസാദിച്ചതിൻ്റെ കാരണം അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ കാരണം പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന് കർത്താവ് പഠിപ്പിച്ചത് ശരിയാണ്. കാരണം നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ആബേലിൽ പ്രസാദിച്ചത്? അതും നമ്മളൊന്ന് ഈ നിലയിൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ആ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കാം. വിശ്വാസത്താൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താൽ ആബേൽ ദൈവത്തിന് കായീൻ്റെതിലും ഉത്തമമായി യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർ പറയാറുണ്ട്, പിന്നെ കായീൻ രക്തം ചെയ്യുന്ന ഒരു ഇത് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള നിലയിൽ ഭാഗികമായിട്ട് അത് ശരിയായിരിക്കാം, അതിലും നമുക്ക് തർക്കമില്ല. എന്നാൽ ഇവിടെ ഹാബേലിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ യാഗം വിശ്വാസത്താലുള്ള യാഗമായിരുന്നു. വിശ്വാസത്താൽ ഉള്ള യാഗം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ നമ്മൾ എബ്രായ ലേഖനത്തിൽ തന്നെ 12-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം അതേത് രക്തമാണ്? നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ഒരു വാക്യമാണ്, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. അതേത് രക്തത്തെക്കുറിച്ചാണ് പറയുന്നത്? അത് ഹാബേലിൻ്റെ രക്തമല്ലല്ലോ, പിന്നെ ഹാബേൽ അർപ്പിച്ച കുഞ്ഞാടിൻ്റെ രക്തമാണ്. ഹാബേൽ അർപ്പിച്ച കുഞ്ഞാടിൻ്റെ രക്തം. കാരണം ക്രിസ്തു ചൊരിയപ്പെടുന്ന രക്തത്തിൻ്റെ നിഴലായി ഹാബേൽ കുഞ്ഞാടിനെ അർപ്പിച്ചു. അവിടെയാണ് ഹാബേലിൻ്റെ വിശ്വാസം. ഇത് വളരെ വിലപ്പെട്ട ഒരു സത്യം തന്നെയാണ്. കാരണം ഹാബേല് നിശ്ചയമായിട്ടും തൻ്റെ പിതാവിൽ നിന്നും ഈ സത്യം കേട്ടു, താൻ അത് വിശ്വസിച്ചു. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നാം ആരും യോഗ്യരല്ല. ദൈവസന്നിധിയിൽ നിർത്തുവാൻ ദൈവം ഒരു കുഞ്ഞാടിനെ അറുത്തു. ആ കുഞ്ഞാടിൻ്റെ തോൽ കൊണ്ടാണ് ഉടുപ്പുണ്ടാക്കി ഞങ്ങളെ അണിയിച്ച് തൻ്റെ സനയിൽ നിർത്തിയത് എന്നുള്ള ആ ഒരു വലിയ സത്യം ആദമും ഹവ്വയും തൻ്റെ മക്കളെ പറഞ്ഞ് കേൾപ്പിച്ചു. അത് ഹാബേൽ വിശ്വസിച്ചു. എന്നാൽ കായീന് അതൊന്നും ഒരു വിശ്വാസമായി പരിണമിച്ചില്ല. നമ്മൾ വളരെ ആരംഭത്തിൽ തന്നെ പ്രിയമുള്ളവരെ വിശ്വാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. തിരുവചനം കേൾക്കുന്നത് നമ്മൾ എങ്ങനെ എടുക്കുന്നു, നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇവിടെ ഹാബേൽ ആ സത്യം വിശ്വസിച്ചു. അതുകൊണ്ട് ദൈവത്തിന് യാഗമർപ്പിച്ചപ്പോൾ താനൊരു കുഞ്ഞാടിനെ, അതും ഏറ്റവും നല്ല ഒരു കുഞ്ഞാടിനെ ദൈവത്തിന് യാഗമർപ്പിക്കുക. കാരണം ഭാവിയിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ നിലയിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെടും, ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന ക്രിസ്തു എനിക്ക് വേണ്ടി അറുക്കപ്പെടും എന്നുള്ള വിശ്വാസം ഹാബേലിൽ ഉണ്ടായിരുന്നു. അതാണ് ഹാബേല് ഇവിടെ ഈ നിലയിൽ യാഗമർപ്പിക്കുവാൻ വിശ്വാസത്താൽ, അത് ഏറ്റവും വലിയൊരു നമ്മുടെ ജീവിതത്തിലെ മഹത്വപൂർണമായ കാര്യം, വിശ്വാസത്താൽ. അപ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടി രക്തം ചൊരിയപ്പെടും, ഈ വിശ്വാസത്താൽ
ആബേൽ ഇവിടെ ഒരു കുഞ്ഞാടിനെ യാഗമർപ്പിച്ചു. അപ്പം നമ്മളെ രക്ഷിക്കുന്നത് വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം എവിടെ നിന്ന് വരുന്നു? കേൾവിയാൽ. നമുക്കറിയാം റോമർ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ദൈവവചനത്തെ വിശ്വസിക്കണം. അപ്പം ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. നമുക്കറിയാം, ചിലർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സുപരിചിതമായൊരു ഭാഗമായിരിക്കാം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യം. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ മാനവരാശിക്ക് രക്ഷയില്ല എന്നുള്ള ഈ ഒരു വലിയ പരമയാഥാർത്ഥ്യം, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഗഹനമായ കാര്യമാണ്. അപ്പോൾ എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. അപ്പോൾ പിതാവ് അയച്ചവനാണ് പുത്രൻ. മാനവരാശിയുടെ രക്ഷയ്ക്കായി ഏദനിൽ പിശാചിനോട് പറഞ്ഞില്ലേ, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ആ സന്തതിയാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മളെ പാപത്തിന് പ്രേരിപ്പിച്ച് പാപത്തിൻ്റെ അടിമയാക്കി മരണഭീതിയുള്ളവരാക്കി തീർക്കുന്ന ആ പിശാചിൻ്റെ പ്രവൃത്തികളിൽ നിന്നും പൂർണ്ണമായും വിടിവിക്കുവാൻ ശക്തൻ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ചിന്തിക്കണേ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ പാപിയായ മനുഷ്യന് വിടുതൽ ഇല്ല, രക്ഷയില്ല. അതുകൊണ്ടല്ലേ പത്രോസിൻ്റെ ആ പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തി 4:12 മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ജനങ്ങളുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ നമ്മളെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ചിന്തിക്കണം, അപ്പോൾ ആദമും ഹവ്വയും തൻ്റെ മക്കളോട് പറഞ്ഞത് ഹാബേൽ അത് വിശ്വസിച്ച് ഏറ്റെടുത്തു, എന്നാൽ കായീൻ അത് വിശ്വസിച്ചില്ല. കായീന്റെ പ്രവൃത്തിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോ ക്രിസ്തീയ ജീവിതം, നമ്മൾ 2 കൊരിന്ത്യർ 5:7 വായിക്കുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ എത്രയും നാം ജീവിക്കുന്നതെന്ന്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. നമ്മൾ ഇന്ന് വിശ്വാസത്താൽ ജീവിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ റോമർ 14:23 വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാവമത്രേ. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ വിശ്വാസം കൂടാതെ ഈ നമ്മളിപ്പോൾ വായിക്കുന്ന എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കണം, ഇവിടെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന, അതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ആബേലിന്റെ വഴിപാടിൽ പ്രസാദിക്കുന്നതിന് മുൻപ് ആബേലിൽ പ്രസാദിച്ചു. ആബേലിന്റെ വഴിപാടിൽ പ്രസാദിക്കുന്നതിന് മുൻപ് ആബേലിൽ പ്രസാദിച്ചു. കാരണം അവന്റെ വിശ്വാസമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം തൻ്റെ പാപത്തിന്റെ പരിഹാരമായിരുന്നു എന്ന്
ആ വ്യക്തി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ, വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആബേല് യാഗം അർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഹാബേലിൽ പ്രസാദിച്ചു. ഹാബേലിലും അവൻ്റെ വഴിപാടിലും എന്നാണ്. അപ്പോൾ ഹാബേലിൽ ദൈവം പ്രസാദിക്കാൻ കാരണം അവൻ്റെ വിശ്വാസമാണെന്നാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ട വിശ്വാസം, അത് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം, അതെന്താണ്? കർത്താവായ യേശു ക്രിസ്തു പാപിയായ എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ലോകത്തിൽ വന്ന് യാഗമായി തീർന്നു എന്നുള്ള വിശ്വാസമാണ് ഒരു പാപിയെ രക്ഷിക്കുന്നത്. അതാണ് ദൈവപ്രസാദം. അതിലാണ് ദൈവം സന്തോഷിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊന്ന് ഗ്രഹിച്ചാൽ, ഒന്ന് മനസ്സിലാക്കി കിട്ടിയാൽ, ഈ രക്ഷ പ്രാപിക്കുവാൻ, ഇത്ര വലിയ രക്ഷ, ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷ, മനുഷ്യനാൽ അസാധ്യമായ രക്ഷ ദൈവം നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുക. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഹാനോക്ക് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു, അത് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഒന്നാമത്തെ വിശ്വാസവീരന്മാരിൽ ഒന്നാമത്തെ വ്യക്തിയായ ഹാബേൽ വിശ്വാസത്താൽ താൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും ഈ വിശ്വാസം വ്യാപരിക്കണം. ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം. അങ്ങനെ നമുക്ക് സ്വീകരിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മളെ ദൈവപ്രസാദമുള്ള വ്യക്തികളാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. നമ്മൾ ഹാനോക്കിൻ്റെ എടുക്കപ്പെടൽ എന്നുള്ള ഈ വിഷയം, അത് വളരെ ആഴമായിട്ട് പഠിക്കണമെങ്കിൽ, അല്ല അതിനൊന്ന് ശരിക്കും ഗ്രഹിക്കണമെങ്കിൽ, ആബേലിൻ്റെ ഒന്നാമനായ ആബേലിൻ്റെ കാര്യം കൂടി അല്പമായി ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമായിരുന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ആബേലിൻ്റെ വിഷയം ഒന്ന് തൊട്ട് പറയാനായിട്ട് ഇടയായിത്തീർന്നത്. നിശ്ചയമായും കർത്താവ് സഹായിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഹാനോക്ക് എങ്ങനെയാണ് എടുക്കപ്പെടുവാനിടയായത്, അതുപോലെ നമുക്കും എങ്ങനെ എടുക്കപ്പെടാം എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായും സരളമായും അത് മനസ്സിലാക്കത്തക്ക നിലയിൽ പറയണമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം തിരുവചനത്തെ അതിൻ്റെ ആഴങ്ങളില്ല, ഇപ്പോഴും സമയക്കുറവുകൊണ്ട് നമ്മൾ ഒരുപാട് ആഴങ്ങളിലൊന്നും പോയില്ല, ഒരുപാട് വിശദീകരണവും തന്നിരിക്കില്ല. എങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ ഈ യാഥാർത്ഥ്യം അതിൻ്റെ ശരിയായ അളവിൽ മനസ്സിലാക്കണം. ഇന്നും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ കർത്താവിൻ്റെ ക്രൂശിലെ മരണത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം, അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. ഇല്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ കർത്താവിൻ്റെ വരയിൽ എടുക്കപ്പെടാനോ കഴിയില്ല. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങളെ തന്നെ ശോധന കഴിക്കുക. ഇന്ന് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കപ്പെട്ട ഈ രക്ഷ ഞാൻ അനുഭവമാക്കിയോ? ഞാൻ യഥാർത്ഥമായി വീണ്ടും ജനിച്ചോ? എനിക്ക് പാപക്ഷമ ലഭിച്ചോ? ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ആ അനുഭവത്തിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു നിലയിൽ കർത്താവിനെ സേവിച്ച് കർത്താവിനെ വേണ്ടി ജീവിപ്പാൻ, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ, ആ രഹസ്യ വരവിൽ കാറളം ധരിക്കുമ്പോൾ കണ്ണിമിക്കുന്നതിൽ രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിലുണ്ടായിരിക്കാൻ ഈ വചന കേൾവിയാൽ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.